ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744112205. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. സംഘടനകൾ ഇഫ്താർ വിരുന്ന് എന്ന രീതിയിൽ നമ്മുടെ വടക്കാഞ്ചേരി മേഖലയ്ക്കകത്തൊക്കെ തന്നെ നോയമ്പ് തുടങ്ങി 30 ദിവസത്തിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വിവിധ സംഘടനകൾ അങ്ങനെ സംഘടിപ്പിക്കാറുണ്ട്. എന്തായിരുന്നാലും നഗരസഭ എന്ന രീതിയിൽ നമ്മുടെ നഗരസഭയിലെ എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ്മ, നമുക്കറിയാം മുത്താളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കൂട്ടായ്മ 20 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പൂരം എക്സിബിഷൻ, അതിനോടനുബന്ധിച്ച് പൂരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-നാണ് ഉത്രാളിക്കാവ് പൂരം നടന്നത്. നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എല്ലാ തലത്തിലും അതിൻ്റെ പകിട്ട് വർദ്ധിപ്പിക്കാൻ ഈ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജമീല ബി AM, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, നഗരസഭാ കൗൺസിലർമാർ പ്രൊഫസർ സാധു പത്മനാഭൻ, CK കുഞ്ഞിത്തങ്ങൾ, അബ്ദുൽ സലാം, വടക്കാഞ്ചേരി വികാരി ഫാദർ വർഗീസ് തരകൻ, അജിത് മല്ലയ്യ, CA ശങ്കരൻകുട്ടി, മുഹമ്മദ് KA, ലത്തീഫ് മാസ്റ്റർ, V മുരളി, ശശി കൊടക്കാടത്ത്, MR സോമനാരായണൻ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചശീലവും പഞ്ചശുദ്ധിയും അതിൻ്റെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ നടത്തുകയാണെങ്കിൽ മാനവികതയും മനുഷ്യത്വവും ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കും. 5 ശീലങ്ങൾ മനുഷ്യൻ പാലിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്രത സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 5 ശീലങ്ങൾ: ഭക്ഷണം, വിശ്രമം, വ്യായാമം, ശ്വസനം, ചിന്ത. ഈ 5 കാര്യങ്ങൾ, അതാണ് പഞ്ചശീലം. ഈ പഞ്ചശീലത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി ഒരു മനുഷ്യൻ ക്രമീകരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ്റെ ആത്മാവും മനസ്സും ശരീരവുമൊക്കെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചശുദ്ധി വരുത്തുക: മനഃശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. ആഹാരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ശരീരശുദ്ധി. ഈ 5 ശുദ്ധികളും 5 ശീലങ്ങളും മനുഷ്യൻ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെ സമാധാനവും ശാന്തിയും ഉണ്ടാകും. മുസ്ലിം സഹോദരങ്ങൾ റംസാന് വേണ്ടി നോമ്പെടുത്തൊരുങ്ങുമ്പോൾ ക്രൈസ്തവ സമൂഹം ഈസ്റ്ററിന് വേണ്ടി നോമ്പെടുത്ത് ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് അല്പം സമയം വൈകിയത്. ഞാൻ കൃത്യസമയത്ത് വരാറുള്ളത്, പക്ഷേ ഇന്ന് നോമ്പിൻ്റെ ഞങ്ങൾക്ക് ചടങ്ങുള്ളതുകൊണ്ട് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എപ്പോഴാണ് ദൈവം പുഞ്ചിരിക്കുന്നത്? ദൈവം പുഞ്ചിരിക്കുന്നത് ദൈവം ഈ ഭൂമിയിലേക്ക് ചായച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അവരിലെ ദൈവസങ്കല്പം തിരിച്ചറിയുമ്പോഴാണ് ദൈവം പുഞ്ചിരിക്കുന്നത്. അതൊക്കെ ഒരുക്കാൻ കഴിയുമോ അതൊക്കെ നിരസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലവും കൂടിയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ട്രാഫിക് എന്ന് പെടുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നിന്ന് സമൂഹത്തെ വേർപെടുത്തിയെടുത്ത് ഒരു നേർവഴിക്ക് കൊണ്ടുപോകാൻ ഇടവരുത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വടക്കാഞ്ചേരി.